ഓരോ വ്യക്തിയും അവനെ ആരാണോ ഇഷ്ടപ്പെട്ടത് അവൻ്റെ കൂടെയായിരിക്കും ഖിയാമത്ത് നാൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് പറയാണ്, എനിക്ക് ഇസ്ലാം കിട്ടിയതിന് ശേഷം ഇതിനേക്കാൾ ഞാൻ സന്തോഷിച്ച വേറൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയണത് എന്താ, ഞാൻ അബൂബക്കറിനെ ഉമറിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അവരുടെ അത്ര അമലുകൾ ചെയ്തിട്ടില്ലെങ്കിലും സ്വർഗത്തിൽ ഞാൻ അവരുടെ ഒപ്പം ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം. നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നത്? മുസ്ലിമീങ്ങൾ ആരൊക്കെ ഇഷ്ടപ്പെടുന്നത്? യുവാക്കളാണെങ്കിൽ ആരൊക്കെയാണ്? ഒന്നുകിൽ ദുൽഖർ സൽമാൻ, അല്ലെങ്കിൽ സൽമാൻ ഖാൻ, അല്ലെങ്കിൽ ആരാ, മെസ്സി, റൊണാൾഡോ. ഇങ്ങനെ ഖിയാമത്ത് നാളിൽ അവരുടെ കൂടെ ആയിരിക്കും. ഒരു സംശയം വേണ്ട. അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ. അവൻ നരകത്തിൽ വലിച്ചെറിയപ്പെടുകയാണെങ്കിൽ അവൻ അവിടേക്ക് വലിച്ചെറിയപ്പെടും. എന്താ കരുതിയിരിക്കുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് വെറുതെ അല്ല, വളരെ ഗൗരവമുള്ള വാക്കാണ്. നിന്റെ ഹൃദയത്തിലുള്ള ഇഷ്ടം അള്ളാഹ്ക്കറിയാം. അള്ളയാണ് വിധി നിശ്ചയിക്കുന്നത്. നിന്നെ അവരുടെ കൂടെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അവരുടെ കൂടെ തന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യും എവിടെയാണെങ്കിലും. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ. ഓരോ വ്യക്തിയും ആരെയാണ് ഇഷ്ടപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ അവരുടെ കൂടെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വാക്കാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ? തിന്മകളിൽ വീണ് പോകുന്നുണ്ടെങ്കിലും തിന്മയുടെ വക്താക്കളെ വെറുക്കുക. നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആളുകളെ വെറുക്കുക, അതിൻ്റെ പ്രചാരകരെ വെറുക്കുക, അതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരെ വെറുക്കുക. നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉടനെ തൗബ ചെയ്യുക, അതിൻ്റെ ആളുകൾ വെറുക്കുക. അല്ലാതെ നമ്മളത് രഹസ്യമായിട്ട് സിനിമ കണ്ടു എന്ന് വെച്ചിട്ട് ആ സിനിമയുടെ നടനെ ഫാൻസ് ആവാൻ പോകണം മുസ്ലിമീങ്ങൾ. വളരെ അപകടമാണ്. വളരെ വളരെ ഗൗരവമുള്ള വിഷയം. തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ തെറ്റിനോട് ഇഷ്ടം മനസ്സിലുണ്ടാവുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. തെറ്റ് പറ്റിപ്പോവും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഫിത്നകൾ നിറഞ്ഞിരിക്കുന്ന ഈ കാലത്ത് എന്ത് ചെയ്യും? എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകൾ ഉണ്ടാകുമ്പോൾ സിനിമയും മറ്റു പല കാര്യങ്ങളും കണ്ടുപോയിന്ന് വരും. കാണാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, കണ്ടുപോയിന്ന് വരാം. അതിനോട് ഇഷ്ടം ഉണ്ടാകാൻ പാടില്ല. കണ്ടു കഴിഞ്ഞ് തെറ്റാണെന്ന് മനസ്സിലാക്കി ഉടനെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് വിട്ടു നിൽക്കണം. മനസ്സിൽ അതിനോട് വെറുപ്പുണ്ടാവാം. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതല്ലാതെ ആ തെമ്മാടികളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മനസ്സിന് അതിലുള്ള ഇഷ്ടം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പേടിച്ചോ. തീയും വെള്ളം ഒരുമിക്കാത്തതുപോലെ എന്ത് ചെയ്യില്ല, ഈ സംഗീതത്തോടുള്ള ഇഷ്ടവും ഖുർആാനുള്ള ഇഷ്ടവും ഒരു ഹൃദയത്തെ ഒരുമിക്കൂല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ പലതിനോടും വെറുപ്പ് വന്ന് മനസ്സിൽ വന്ന് കൂടും. രണ്ടും കൂടെ എന്ത് ചെയ്യില്ല, നിൽക്കൂല. രണ്ടും കൂടെ എന്ത് ചെയ്യില്ല, ഒരു ഹൃദയത്തെ ഒരുമിക്കൂല. വളരെ ശ്രദ്ധിക്കണം. ഒഴിവാക്കിക്കും, ഒന്ന് തന്നെ ഒഴിവാക്കിക്കും. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, നമ്മളത് പലതിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. ഇത്രയല്ലേ ഒരു സിനിമ 2.5 മണിക്കൂറല്ലേ, അല്ലെങ്കിൽ ഒരു ഇതല്ലേ. പല കാര്യങ്ങളും എന്ത് ചെയ്യുക, അങ്ങനെയാണ് മനുഷ്യർ നിസ്സാരവൽക്കരിക്കുന്നതും പലതിലും കുടുങ്ങിപ്പോകുന്നത്. അങ്ങനെ വളരെ ഗൗരവമാണ് വിഷയം. അള്ളാഹ്ക്ക് വേണ്ടി ഒരാളെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റൊരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിഷയം വളരെ ഗുരുതരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.